ഹലോ ഓൾ വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് വീഡിയോയിൽ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് അസറ്റ് ലൈബിലിറ്റി ഇക്വിറ്റി എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റംസ് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യം കൂടി ലെഫ്റ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇൻകം, എക്സ്പെൻസ് അല്ലേ? സോ പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും റവന്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ആ റവന്യൂ എന്നുള്ള വെട്ടിയിട്ട് പകരം ഇൻകം എന്ന് വേണം നിങ്ങൾ കൊടുക്കാൻ. സോ ഇത് ഇന്ന് എനിക്ക് തന്നെ മാറ്റിക്കൂടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അല്ല, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തെറ്റ് എഴുതിയിട്ട് അത് വെട്ടിയിട്ട് ശരിയാക്കി കാണിക്കുന്നത്. സോ റവന്യൂ അല്ല, നമ്മൾ ഇൻകം എന്ന് വേണം ചിന്തിക്കാനും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ റവന്യൂവും ഇൻകവും നമ്മളിപ്പോൾ എന്താ വ്യത്യാസം? രണ്ടും സെയിം അല്ലേ? അല്ല. റവന്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനീൻ്റെ പ്രൈമറി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കോർ ഓപ്പറേഷൻസിലൂടെ കിട്ടുന്ന പൈസ തന്നെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയാം. പക്ഷേ ഇൻകം എന്ന് വെച്ചാൽ കമ്പനിക്ക് കിട്ടുന്ന എല്ലാ വരവിനെയും നമ്മൾ കമ്പനിയിലേക്ക് പൈസ വരുന്ന എല്ലാ ഇൻഫ്ലോസിനും നമ്മൾ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ക്യുമുലേറ്റ് ചെയ്ത് പറയുന്നതാണ് ഇൻകം എന്ന് പറയുന്നത്. സോ ഇൻകം എന്ന് പറയുന്ന വലിയൊരു ബോക്സിൻ്റെ ചെറിയൊരു പോർഷനാണ് ഈ റവന്യൂ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഒരു ഡിഫറൻസ് പറയുന്നതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഓക്കെ, ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് പാർലേജി. ഓക്കെ, സോ ഈ ബിസ്ക്കറ്റ്സ് വിറ്റിട്ട് കിട്ടുന്ന പൈസനെയാണ് നമ്മൾ എന്ത് പറയാം? റവന്യൂ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുക, എന്ത് ചെയ്തു ഈ പാർലേജി? എന്ത് ചെയ്തു? അവരുടെ വലിയൊരു ഫാക്ടറി ഉണ്ടായിരുന്നു. വലിയൊരു ഫാക്ടറി അവർ അത് വിൽക്കുകയാണ്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് 5-6 ഫാക്ടറി ഉള്ളതിൽ ഒരു ഫാക്ടറിൻ്റെ ആവശ്യമില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു സ്പെസിഫിക് ഫാക്ടറി അവർ വിറ്റു. ഈ ഒരു സ്പെസിഫിക് ഫാക്ടറി അവർ വിൽക്കുകയാണ്, പുറത്തുള്ള ആൾക്കാർക്ക് വിൽക്കുകയാണ്. സോ ഇത് വിൽക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ലാഭം, ഗെയിനും ലോസൊക്കെ വരും, അല്ലെങ്കിൽ എന്താണ് വിറ്റാൽ പൈസ കിട്ടും. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? റവന്യൂ ആയിട്ട് പറയില്ല. നമ്മൾ സാധനം അസറ്റ് വിറ്റിട്ട് അത് ഇൻകമാണ്. ഓക്കെ, അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന സാധനം ഇൻകമാണ്. നമുക്ക് ഒരിക്കലും കോർ ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റും. ഈ പാർലേജി എന്ന് പറയുന്ന കമ്പനീൻ്റെ കോർ ആക്ടിവിറ്റി എന്താ? ബിസ്ക്കറ്റ് ഉണ്ടാക്കുക, വിൽക്കുക. സോ ബിസ്ക്കറ്റ് വിറ്റിട്ട് കിട്ടുന്ന പൈസ മാത്രമേ റവന്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല? അത് റവന്യൂ എന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് അതെന്താ? ഇൻകമാണ്. സോ നിങ്ങൾ സിംപ്ലി മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇൻകം എങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ, ചെറിയല്ല അത്യാവശ്യം വലിയ പോർഷൻ തന്നെയാണ്. കാരണം ഒരു കമ്പനീൻ്റെ പെർസ്പെക്റ്റീവിൽ ഏറ്റവും കൂടുതൽ പൈസ വരിക എങ്ങനെയാണ്? റവന്യൂ ആയിട്ട് തന്നെയാണ്. സോ അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് റവന്യൂ എന്ന് പറയുന്നത്. അതല്ലാതെ കമ്പനിക്ക് എന്താണ് പുറത്തുനിന്നുള്ള വേറെ പൈസയും വരുന്നുണ്ടാവും. സോ അതൊക്കെ ക്യുമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻകം എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ എഴുതുന്ന സമയത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻകം എന്നാണ്, റവന്യൂ എന്നല്ല പറയേണ്ടത്. എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എലമെന്റ്സ് നമ്മളെപ്പോഴും ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ ഇൻഫ്ലോസ് ഓർ എൻഹാൻസ്മെന്റ് ഓഫ് അസറ്റ്സ് ഫ്രം ദ കമ്പനീസ് പ്രൈമറി നില ഫോർ ദ കമ്പനി, അല്ലെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന ഇൻഫ്ലോസിനാണ് നമ്മൾ റവന്യൂ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ എന്താണ്? സെയിൽസ് റവന്യൂ. ഏറ്റവും മേജർ ആയിട്ട് വരുന്ന നമ്മൾ ഗുഡ്സോ സർവീസോ വിറ്റിട്ട് കിട്ടുന്ന റവന്യൂവിനാണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം എഴുതാൻ പറ്റും. ഇൻട്രസ്റ്റ് ഇൻകം. അതെങ്ങനെ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുന്നത്? ഞാൻ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവും? എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടാവും. സോ അത് ഇൻട്രസ്റ്റ് ഇൻകം ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള, അല്ലെങ്കിൽ അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന പൈസ, ഇങ്ങനെ പല രീതിയിലുള്ള പൈസ കമ്പനിക്ക് കിട്ടും. അപ്പാർട്ട് ഫ്രം എന്താണ് അവരുടെ റവന്യൂവിന് പുറമേ എല്ലാം കൂടി കിട്ടും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇൻകം എന്നുള്ള ടേം ഇവിടെ യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എക്സ്പെൻസ്. ലാസ്റ്റത്തെ ഐറ്റമാണ് എക്സ്പെൻസ് എന്നുള്ളത്. കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറേ ചിലവുകൾ ഉണ്ടാവും അല്ലേ? ഔട്ട്ഫ്ലോ. സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സ്പെൻസ് എന്താ ഞാൻ ഒന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറുപ്പം തൊട്ടേ വീട്ടിലത്തെ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നതാണ്. സോ എന്താ എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താ? ചിലവാണ് എക്സ്പെൻസ്. ഇനി ഒരു കമ്പനീൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പല അധികം ചിലവുകൾ ഉണ്ടാവും. മെയിൻലി അവരുടെ എന്താണ് ഔട്ട്ഫ്ലോസ് ഓർ യൂസിങ് ഓഫ് ദ അസറ്റ്സ് ഫ്രം ദ കമ്പനീസ് പ്രൈമറി ഓപ്പറേഷൻസ്. ഒന്നെങ്കിൽ അവരുടെ പ്രൈമറി ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ടായിരിക്കും, അതല്ലെങ്കിൽ അത് അല്ലാതെ വേറെ രീതിയിലുള്ള എക്സ്പെൻസസോ കാര്യങ്ങളോ ഉണ്ടാവും. സിംപ്ലി എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താണ്? ചെലവിനെ കൊണ്ടാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ സാധനം വിറ്റിട്ട് പൈസ കിട്ടിയില്ലേ? അപ്പോൾ ഈ പൈസ കിട്ടുന്നതിന് മുമ്പേ സാധനം വിൽക്കണമെങ്കിൽ എന്തെങ്കിലും സാധനം വേണ്ടേ? അപ്പോൾ ഞാൻ എവിടെ നിന്ന് വാങ്ങിയിട്ടായിരിക്കില്ലേ ഇത് വിൽക്കുന്നത്? സോ അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ വിറ്റ സാധനത്തിന് എത്രയാണ് എനിക്ക് ചിലവ് വന്നത്. സോ അതൊരു എക്സ്പെൻസ് ആണ്. അതേപോലെ റെൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടാവും, റെൻ്റൽ എക്സ്പെൻസ്, അല്ലെങ്കിൽ വേജ് എക്സ്പെൻസ്. ഇങ്ങനെ പല രീതിയിലുള്ള എക്സ്പെൻസസും കാര്യങ്ങളും കമ്പനിക്ക് വരും. സോ ഇൻകവും എക്സ്പെൻസും ഇത് രണ്ടും എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റം ആണ്. സോ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലൻസ് ഷീറ്റ് ഐറ്റമാണ് ആദ്യത്തെ 3 പിന്നത്തെ 2 ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റമാണ്. സോ ഈ ഒരു വീഡിയോയിൽ ഒരു കീ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയ സമയത്ത് ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് എ കമ്പനി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ എന്താണ് അവസ്ഥ എന്നാണ് നമ്മൾ എന്ത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റ് വെച്ച് നമ്മൾ കണ്ടെത്തുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിൽ ഒരു കമ്പനീൻ്റെ പൊസിഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാലോ, ദ എലമെൻറ്റ്സ് മെഷേഴ്സ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ്
ഓവർ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഓവർ എ പീരീഡ് ഓഫ് ടൈം, അതായത് കുറച്ച് കാലത്തേക്ക് കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇൻകം സ്റ്റേറ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ എന്താ കണ്ടെത്തുന്നത്, ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു കമ്പനീൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും എന്താ ഡിഫറൻസ് എന്നുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, എടാ ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോ ആണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു ഫോട്ടോ ആണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോ ആണ്. നേരെ മറിച്ച് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വീഡിയോ ആണ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ ഇതെന്താണ്, ഒരു ഫോട്ടോ ആണ്, ഇതെന്താണ്, ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ വീഡിയോയും ഫോട്ടോയും നമ്മളെ വ്യത്യാസം എന്താ, നിങ്ങൾ തന്നെ പറ. വീഡിയോയും ഫോട്ടോയും നമ്മളെ വ്യത്യാസം വെച്ചാൽ ഇത് സ്റ്റാറ്റിക് ആണ് അല്ലേ. സ്റ്റാറ്റിക് ഫോട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂമെൻറ്റ്, ആ സ്പോട്ടിൽ ആ സ്പ്ലിറ്റ് സെക്കൻഡാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്, അനങ്ങാൻ നിൽക്കുന്നത് സ്റ്റാറ്റിക് പൊസിഷനാണ് നമ്മൾ പറയുന്നത്. ഫോട്ടോ എന്ന് പറയുന്നത്, വീഡിയോ എന്നാണെങ്കിലോ, വീഡിയോ എന്ന് വെച്ചാൽ ഒരു പീരീഡ് ഓഫ് മൂവ്മെൻ്റ് ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് അല്ലേ. ഒരു പീരീഡ് ഓഫ് മൂവ്മെൻറ്റ്, ഇങ്ങനെ എന്താ പറയുക, കുറേ ചലനങ്ങളാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് വീഡിയോയിൽ. അതേപോലെ ഒരു കമ്പനിയുടെ ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ എന്താ അവസ്ഥ നോക്കിയാൽ ആ സ്പ്ലിറ്റ് സെക്കൻഡ്, ആ സ്റ്റാറ്റിക് പൊസിഷനെ നോക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ബാലൻസ് ഷീറ്റ് എന്ന് പറയാം. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്, അതായത് 31 ഡിസംബർ 2025 എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക് ഡേറ്റിൽ കമ്പനീൻ്റെ കയ്യിൽ എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ലൈബിലിറ്റീസ് ഉണ്ട്, എത്ര ഇക്വിറ്റി പോർഷൻ ഉണ്ട് എന്ന് നമ്മൾ ആ സ്റ്റാറ്റിക് പൊസിഷൻ നോക്കുന്നതിനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആ ഒരു മൊത്തം 2025 എന്ന് പറയുന്ന ഒരു മൊത്തം വർഷത്തിൽ കമ്പനിക്ക് എത്ര ഇൻഫ്ലോ ഉണ്ട്, എത്ര ഔട്ട്ഫ്ലോ ഉണ്ട്, അതിൽ നിന്ന് എത്ര ലാഭം ഉണ്ട്, എത്ര നഷ്ടം ഉണ്ട്, അത് കമ്പനീൻ്റെ ഹോൾ പെർഫോമൻസ് ഒരു പീരീഡ് ഓഫ് ടൈമിന്. അങ്ങനെയല്ലടാ വീഡിയോ എന്ന് വെച്ചാൽ എന്താ, ഒരു പീരീഡ് ഓഫ് ടൈമിനാണ് ക്യാപ്ചർ ചെയ്യുന്നത് അല്ലേ. സോ അതാണ് വീഡിയോനെ കൊണ്ട്, ഞാൻ ഈ അനോളജിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോട്ടോ എന്ന് വെച്ചാൽ എന്താ, സ്റ്റാറ്റിക് ആണ്. നേരെ മറിച്ച് വീഡിയോ എന്ന് പറയുന്നത് എന്താ, മോഷനാണ് അല്ലേ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പീരീഡ് ഓഫ് ടൈമാണ് ക്യാപ്ചർ ചെയ്യുന്നത്, പീരീഡ് ഓഫ് ടൈമാണ് ക്യാപ്ചർ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഫോട്ടോ എന്താണ്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്താണ്, സ്റ്റാറ്റിക് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സോ ഇത് രണ്ടും എല്ലാവരും ഓർത്തിരിക്കണം. ഇനി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ എന്താ കണ്ടെത്തുന്നത്, പെർഫോമൻസ് ആണ്. പെർഫോമൻസ്, ഒരു കമ്പനീൻ്റെ പെർഫോമൻസ് ആണ് കണ്ടെത്തുന്നത്. മറ്റേതാണെങ്കിലോ പൊസിഷനാണ്. സോ രണ്ട് പീസാണ് കണ്ടെത്തേണ്ടത്. നമ്മൾ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് കമ്പനീൻ്റെ പൊസിഷൻ കണ്ടെത്തും, അതേപോലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഒരു കമ്പനീൻ്റെ പെർഫോമൻസ് കണ്ടെത്തും. ഓക്കെ, സോ ഈ വീഡിയോയിൽ എന്താ നമ്മൾ കവർ ചെയ്തത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റംസ് ആയ റവന്യൂ കവർ ചെയ്തു. റവന്യൂ അല്ല, എന്താ പറയേണ്ടത്, ഇൻകം എന്നാണ് പറയേണ്ടത്. നമ്മൾ ഇൻകം കവർ ചെയ്തു, അതേപോലെ എക്സ്പെൻസസും കവർ ചെയ്തു. ഇനി അപ്കമിങ് വീഡിയോസിൽ നമുക്ക് നോക്കാനുള്ളത് ആരൊക്കെയാണ് യൂസേഴ്സിൻ്റെ കുറച്ചുകൂടി ഇൻ ഡെപ്ത് നമുക്ക് നോക്കാനുണ്ട്. അതിനുശേഷം കമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 5 കമ്പോണൻസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ആ ഒരു ഏരിയയും കൂടി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വേണ്ടിയിട്ട് സെക്ഷൻ A വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ.